സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ പ്രാവിൻ്റെ പിന്നിടാൻ പോവാണ്, നമ്മളെ പറവ കുഞ്ഞനെ. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ അവായ്ക്കൂടിയിലൊക്കെ ഇട്ട് തയ്ക്കിയതാണ്. ഇപ്പോൾ നമ്മൾ പ്രാവിനെ നമ്മൾ അവായ്ക്കൂടീൻ്റെ മുകളോട്ട് ഇട്ടിട്ട് തയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൻ്റെ മുകളിൽ ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഐക്കൺ തൊട്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഡ്രൈവർ പ്രാവായിട്ട് യൂസ് ചെയ്യുന്ന പ്രാവ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി അവായ്ക്കൂട്ടിലേക്ക് ഇടാം. ഗൈസ്, ഇതാണ് നമ്മളെ കുഞ്ഞന്. അപ്പോൾ ഈ കുഞ്ഞനാണ് നമ്മൾ പിന്നിടാൻ പോകുന്നത്. ഇതിപ്പോൾ രണ്ടാം കളിയാണ്. അപ്പോൾ ട്രെയിൻ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി പിൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല എങ്ങനെയാണ് പിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇഷ്ടംമാതിരി വീഡിയോസ് കാണാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്ന പോലെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂല. എന്നുവെച്ചാൽ ഞാൻ പിൻ ചെയ്യുന്നത് എനിക്ക് പോലും പെട്ടെന്ന് റെഡി ആവില്ല. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് തെറ്റായിപ്പോവും. അപ്പോൾ എനിക്കറിയുന്ന പോലെ ഞാനിപ്പോൾ പ്രാവിനെ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ട് പ്രാവിനെ പിന്നിടാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമ്മളെ കുഞ്ഞിൻ്റെ ഒരു ചിറക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ചിറകും കൂടി പിൻ ചെയ്താൽ മതി. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നമുക്ക് അവായ്ക്കൂടിൻ്റെ മുകളിലോട്ട് ഇടാം പ്രാവിനെ. ഗൈസ്, നമ്മൾ പിൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞനെ ഒന്ന് അവായ്ക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഇടാം. എന്താ വെച്ചാൽ നമ്മൾ പുറമേക്ക് ഇടുന്നതിന് മുമ്പ് ഒന്ന് അവായ്ക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുഞ്ഞന് ചിറകൊക്കെ നോക്കുമ്പോൾ അപ്പോൾ പിന്നുണ്ടെന്ന് മനസ്സിലാക്കിയോളൂ. അപ്പം പിന്നെ പുറത്തേക്ക് എന്തായാലും പിന്നിട്ട ഫസ്റ്റ് ടൈം പിന്നിടുന്ന പ്രാവ് എന്തായാലും ചിറകടിക്കാൻ നോക്കും. അപ്പോൾ പറക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ശക്തി എടുത്തിട്ടായിരിക്കും പ്രാവ് പറക്കുക. അപ്പോൾ നല്ലോണം പിൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പം പറക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കി നല്ലോണം മനസ്സിലാക്കുക പിൻ ചെയ്യുന്നത്. പിന്നെ ഗൈസ്, നമ്മളെ ഈ വെള്ളപ്രാവിനെ നമ്മൾ അവായ്ക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് വെയിലൊള്ളിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു രാവിലെ സമയമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞനെ ഇനിയിപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ അവായ്ക്കൂടിൻ്റെ മുകളിൽ അവായ്ക്കൂടിൻ്റെ താഴെ അങ്ങനെ ഇട്ട് തയ്ക്കണം. അപ്പോൾ ഗൈസ്, ഇനി നമ്മളെ രണ്ട് പ്രാവുകളെ നമ്മൾ അവായ്ക്കൂടിൻ്റെ മുകളിലോട്ട് ഇടാണ്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പ്രാവെന്ന് വെച്ചാൽ പറയുന്നത് എൻ്റെ കയ്യിലുള്ള ആണിനാണ്. അപ്പോൾ നമ്മൾ ആണിനെയും കൂടി അവായ്ക്കൂടിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ പിന്നിട്ടിട്ടുണ്ട്, ആണിന് പിന്നിട്ടില്ല. അപ്പോൾ ആണിന് പറന്നളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇണങ്ങിയ പ്രാവ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ നമ്മളെ കുഞ്ഞിനെന്തായാലും പിന്നിട്ടിട്ട് അവായ്ക്കൂടിൻ്റെ മുകളിൽ നിന്ന് ഇടുക. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ടെറസുമ്മ കൂടെ ഒന്ന് നിർത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളെ ആൺപ്രാവ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പറന്ന് കളിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് കിട്ടിയില്ല. ഇനിയിപ്പോൾ പ്രാവ് പറക്കുമ്പോൾ മാത്രമേ ആ ക്ലിപ്പ് കിട്ടൂ. പറന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കളിക്കുമ്പോൾ കുഞ്ഞിനും ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ പറക്കാനുള്ള. അപ്പോൾ എന്തായാലും ഇപ്പോൾ പിന്നിൽ പറക്കാൻ പറ്റൂല. അപ്പോൾ തങ്ങിക്കോളൂ. അപ്പം ഒരാഴ്ച ഇങ്ങനെ പിന്നിടുക, എന്നാലേ അവായ്ക്കൂടിൻ്റെ മുകളിൽ ഒന്ന് സെറ്റാവും.
എന്നാൽ പിന്നെ പറന്നിറങ്ങുമ്പോൾ കറക്റ്റ് അവായ്ക്കൂടിൻ്റെ മുകളിൽ ഇറങ്ങിക്കോളും കുഞ്ഞ്. ഇനി നമുക്ക് കുഞ്ഞിനെ കുറച്ച് നേരം ടർസക്കുമ്പോൾ കൂടെ ഒന്ന് നടത്തിക്കുക. അപ്പോൾ നമുക്കൊന്ന് കുഞ്ഞിൻ്റെ നിലത്തേക്ക് ഒന്ന് പിടിച്ചിറക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ കുഞ്ഞിനെ ടെറസമ്മൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് പേടിയില്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച അവായ്ക്കൂട് തന്നെ ഇട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏരിയ മൊത്തം ഒരു മൈൻഡിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പിന്നിട്ടിട്ട് പുറമിറക്കിയത് കൊണ്ട് വല്ല പേടി കാണിക്കാത്തത്. എന്നാലും ചെറിയ ഒരു ഇതുണ്ട്, നടക്കുന്നൊന്നുമില്ല അധികം. പേടിച്ചിട്ട് നിൽക്കുന്ന പോലെയൊക്കെയാണ് നിൽക്കുന്ന പ്രാവ്. അത് എയിമായിക്കോളൂ. നമ്മളിങ്ങനെ ഒരാഴ്ച അങ്ങനെ ടെറസ് അവായ്ക്കൂട് അങ്ങനെ കളിക്കുമ്പോൾ പ്രാവ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രാവിൻ്റെ മൈൻഡ് വന്നോളൂ അവായ്ക്കൂട് മേലേക്ക് പോവേ. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ പ്രാവ് അവായ്ക്കൂട് മേലേക്ക് പറക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറന്ന് പിന്നെ നമ്മൾ പറപ്പിക്കുമ്പോൾ കറക്റ്റ് അവായ്ക്കൂടിൻ്റെ മുകളിലേക്ക് വന്നോളൂ. അപ്പം ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇനി വൈകുന്നേരം കാണാം. അപ്പം നമ്മൾ ആൺപ്രാവ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പറന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഓടുമലാണ് ഉള്ളത്. അപ്പം ഇവരിവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് വൈകുന്നേരം ഈറ്റിങ്ങൾക്ക് തീറ്റ എടുക്കുമ്പോൾ കാണാം. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ ടെറസമ്മ കൂടെ ഇടാൻ പാടില്ല. കൂടുതൽ നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് പോലെയൊക്കെ ഇട്ടാതെ ടെറസമ്മ കൂടെ. പിന്നെ കൂടുതൽ ടൈം നമ്മൾ അവായ്ക്കൂടിൻ്റെ മുകളിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അവായ്ക്കൂടിൻ്റെ മുകളിലോട്ട് കുഞ്ഞിനെ പിടിച്ചിടുക. അപ്പോൾ നമ്മളെല്ലാം 2 പ്രാവിനെയും കൂടി നമ്മൾ അവായ്ക്കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരും കൂടി വെയിലൊക്കെ കൊണ്ടോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആൺപ്രാവൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുഞ്ഞിനെ പിടിച്ചിട്ട് അവായ്ക്കൂടിൻ്റെ മുകളിലോട്ട് ഇടാം. അത് നിങ്ങൾ മറക്കല്ലേ. കൂടുതൽ നേരം ടെറസമ്മൽ നിർത്തരുത്. അവായ്ക്കൂടുമേലേക്കാണ് നമ്മൾ അണക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവായ്ക്കൂടുമേലേക്ക് പിടിച്ചിടുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എല്ലാ പ്രായനും തീറ്റ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്കിനി ഇവർക്ക് തീറ്റ കൊടുക്കാം. ഗൈസ് നമ്മളെല്ലാ പ്രായനും തീറ്റ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിന് പോകുന്നവരുണ്ടെങ്കിൽ രാവിലെ ഇടേണ്ട ആവശ്യമില്ല പ്രാവുകളെ. അപ്പം വൈകുന്നേരം മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ശനിയും ഞായറും സമയമുള്ളപ്പോൾ വൈകുന്നേരവും രാവിലെ 2 നേരവും ഇങ്ങനെ ചെയ്യുക. പിന്നെ ആദ്യമൊന്നും പ്രാവൊന്നും മോൾ കൂടെ ഇറങ്ങൂല. അപ്പോൾ നമ്മൾ പിടിച്ചിട്ട് മുകളിലത്തെ ഡോറ് വഴി ഉള്ളോട്ട് ആക്കണം.
അത് ഒരാഴ്ച അങ്ങനെ അങ്ങനെ നമ്മളെ പിടിച്ചാക്കുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് മറ്റേ ഹോളിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പ്രാവ് താഴോട്ട് കിഞ്ഞോളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ രണ്ടാം പാർട്ട്. ഇനി നമ്മളെ അടുത്ത ആഴ്ചക്ക് വരാം. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ പിന്നെ അയക്കുന്ന അയ്യോ